ശ്രീനിവാസന്റെ തന്നെ പടമാണ്. വർക്ക് ചെയ്തെന്ന് വെച്ചാൽ പഠിച്ച് വർക്ക് ചെയ്തിരിക്കുകയാണ്. പെർഫോമൻസിനൊക്കെ പറഞ്ഞാൽ ബേസിലേക്ക് ബെസ്റ്റ് പെർഫോമൻസ് ആണ് കാണുന്നത്. പഴയ നമ്മുടെ ചെറിയ റോഡൊക്കെ ചെയ്യുന്ന ചാന്ദിനിയൊക്കെ അന്യ റോഡാണ് ചെയ്തിരിക്കുന്നത്. അവസാനം നമ്മുടെ ചെമ്പമ്പിലോ എല്ലാവരും പെർഫോമൻസ് ബേസിൽ അവരുടെ മെയിൻ അഭിനേതാക്കൾ മാത്രമല്ല, അവർ നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടിപൊളി കൂടെ അടുപ്പം വളരണം മെയിൻ ആക്ടേഴ്സ്. ബാക്കി എല്ലാം ജൂനിയർ ആർട്ടിസ്റ്റ് അവരൊക്കെ ചെയ്യുന്ന പെർഫോമൻസ് നോക്കണം. ഇൻട്രോയിൽ വരെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പേരിൽ കാലക്കും അവർ കിടന്നത്. ഇതിലും മസ്റ്റ് വാച്ച് തിയേറ്റർ. ആ തിയേറ്റർ തന്നെ കണ്ടാലേ അതിന്റെ എഡിറ്റിങ്ങിന്റെ സൗണ്ടിന്റെ ഒക്കെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. എല്ലാം ചെമ്പലായിട്ട് നടക്കിയിട്ടുണ്ട്. സൗദിനെ എല്ലാരും കിടിലും പടം. ആ പേര് പറയുന്നല്ലോ, അതിൻ്റെ ആയിട്ടുള്ള എല്ലാവരും ആംബിയൻസും പടത്തിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പടം തുടക്കം തൊട്ടേ ഒരു ഷാപ്പിലോട്ട് ചെന്ന് അവിടെ നടക്കുന്ന ആംബിയൻസും പാട്ടും ഫുഡും അതിൻ്റെ ബഹളങ്ങളും ഒക്കെ പടത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ പേസിലിന്റെ ഒരു പെർഫോമൻസ് പടത്തിൽ ഹൈലൈറ്റ് ആയിട്ട് തന്നെ എടുത്തു പറയണം. ലാസ്റ്റ് സൂക്ഷ്മദർശിനിയിൽ ഒരു നെഗറ്റീവ് റോൾ ചെയ്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒന്നും അല്ല. ഇതിൽ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിലും അത്യാവശ്യം കോമഡിയും ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറായിട്ട് എനിക്ക് തോന്നി. ത്രില്ലർ എലമെന്റ്സ് പടത്തിലുണ്ട്. പിന്നെ അൻവർ റഷീദ് പ്രൊഡ്യൂസർ ആണെങ്കിലും പുള്ളി പടത്തിൽ നല്ല രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൈ കടത്തിയിട്ടുണ്ട്. കാരണം അത് നമുക്ക് പടത്തിലല്ലേ കാണാൻ പറ്റും. പിന്നെ ഡയറക്ടറെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. പുള്ളി ചെയ്ത ഷോർട്ട് ഫിലിം തൂങ്ങുമ്പോൾ അത് നല്ല വ്യൂസ് ഉള്ളൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അപ്പം ഈ ഒരു നല്ല ഫ്യൂച്ചർ ഉള്ളൊരു ഡയറക്ടറായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആ ഡയറക്ടറുടെ ഒരു ഇതില് പടത്തിന് മേക്കിങ്ങിന് നല്ല രീതിയിൽ പടം വർക്കായിട്ടുണ്ട്. അപ്പൊ ഓരോ പറയുകയാണെങ്കിൽ എനിക്കൊരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. അത് ഈ പറയുന്ന ബേസിലാണെങ്കിലും സൗബിനാണെങ്കിലും ചെമ്പൻ വിനോദാണെങ്കിലും നായികയാണെങ്കിലും എല്ലാവരും അവരവർക്ക് ഇട്ടിരിക്കുന്ന കുറെ പുതിയ ആൾക്കാരൊക്കെയാണ്. അവരൊക്കെ ആരും നമ്മൾ പുതിയതായിട്ട് അഭിനയിക്കുന്നതെന്ന് പറയില്ല. അവരെല്ലാവരും അഴിഞ്ഞാടി തകർത്തിട്ടുണ്ട് അവരവർക്ക് ഇട്ട റോളുകൾ. സോ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ പടം തന്നെയാണത്. ഒരു ഷാപ്പ് പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കൊലപാതകം, അത് പിന്നെ എങ്ങനെ ചുരുളയത്ത് രഹസ്യം പോലെ പോകുന്ന, അതാണ് പടത്തിന്റെ തീം. കോമഡി ഉണ്ട്, ത്രില്ലിംഗ് എലമെന്റ് ഉണ്ട്, ഡാർക്ക് ഹ്യൂമർ ഉണ്ട്. സോ ഇത് ഏത് ജോണർന്ന് കൺഫ്യൂഷൻ ആണ്. പക്ഷെ എല്ലാം ത്രൂ ഔട്ട് കീപ്പ് ചെയ്യാറുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കോമഡി എലമെന്റ് ഉണ്ട്, അതേപോലെ തന്നെ ത്രില്ലർ എലമെന്റ് ഉണ്ട്. എല്ലാം അടിപൊളിയാണ്. ബേസിൽ ആസ് യൂഷ്വൽ ഒരു പോലീസ് ഓഫീസർ, ഒരു ചിൽ വൈ പോലീസ് ഓഫീസർ, ആ കോമഡി അതായിട്ടുണ്ട്. എനിക്ക് ശരിക്കും സൗബിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ആ ക്യാരക്ടർ, ആ കാൽവയ്യാത്ത ക്യാരക്ടറിന് പക്ക അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ എടുത്തു വേണ്ട അതിനകത്ത് ഡയറക്ഷൻ മേക്കിംഗ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈം ഡയറക്ടറിന്റെ മൂവി എന്ന് പറയത്തില്ല, അതിന് പുള്ളിക്കാരൻ പ്രത്യേകിച്ച് ആസോ. പിന്നെ അൻവർ റഷീദ് എന്തെങ്കിലും ഇവര് എന്താ പറയാ നോക്കി കണ്ടും എടുക്കണെല്ലാം പൊന്നാവുന്ന പോലെ അത് ഡയറക്ഷൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. ആ സംഭവം അടിപൊളിയായിരിക്കും ചെയ്യും. അത് അതിനകത്ത് സെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പടം എന്തായാലും എന്താ പറയുക ബേസിൽ ഒരു ഫസ്റ്റ് ഹിറ്റ് തന്നെയാണ് പറയാം. പെർഫോമൻസ് വൈസ് എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനകത്ത് സൗബിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ചെമ്പവനോ നൈസായിരുന്നു. BGMs അത്യാവശ്യം നൈസ് ഉണ്ടായിരുന്നു. കോമഡി ത്രൂ ഔട്ട് കീപ്പ് ചെയ്ത് ഡാർക്ക് ഹ്യൂമർ ടൈപ്പ്, അതായത് നമ്മൾ സെന്റി സീനിൽ പോലും ചെറിയ കോമഡി വന്ന് അത് വർക്കാക്കാൻ കുറച്ച് പണിയാ, അത് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ക്ലൈമാക്സ് അത്യാവശ്യം ട്വിസ്റ്റ് ഉള്ള ഒരു ത്രില്ലറുള്ള ഒരു കൊലപാതകം, ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ഉണ്ട് പടത്തില്. സോ എല്ലാ ജോണേഴ്സും എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഉണ്ട്. ഫാമിലി ആയാലും യൂത്ത് ആയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടാം. സോ പടം എന്തായാലും ഒരു ഇന്ന ജോണർ ഞാൻ പറയുന്നില്ല, ഒരു എന്താ പറയുക കോമഡി ഡാർക്ക് ത്രില്ലർ മൂവി പൊളി. പ്രശ്നം സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും തിയേറ്ററിലൊന്നും നിരാശപ്പെടുത്തില്ല, ഗ്യാരണ്ടി.